എൻ പ്രിയൻ വലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ പോറ്റിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോട് മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും നിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേലെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോബിൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 12 ഭാഗത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സർവശക്തൻ ന്യായം മറിച്ച് കളയില്ല എന്നുള്ള ചിന്തയാണ്. ദൈവം ദുഷ്ടത, സർവശക്തൻ നീതികേട് ഒരിക്കലും ചെയ്യുകയില്ല. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം. ദൈവം മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. യോബ് തൻ്റെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി പോയ സമയത്താണ് പറയുന്നത്, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതിയോടോ ഒരിക്കലും ചെയ്യുകയില്ല എന്ന്. യോബിൻ്റെ ദൈവഭക്തി കണ്ട് അസൂയ കൊണ്ട സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് യോബിൻ്റെ വിശ്വാസത്തെ ദൈവത്തോട് ചോദ്യം ചെയ്തു. വെറുതെ യോബ് ഭക്തനായിരിക്കുന്നത്, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിലും ചുറ്റും വേലിയിട്ടിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന് മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തേച്ചു കളയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഒരു ദൈവഭക്തൻ്റെ യാതൊന്നിന്മേലും സാത്താൻ തൊടുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരു ഭക്തൻ്റെ മേൽ സാത്താൻ അവകാശവുമില്ല. യോബിൻ്റെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും സമ്പത്തുകളും പുത്രപുത്രി സമ്പത്തുകളൊക്കെയും ആരോഗ്യവും ഇതെല്ലാം സാത്താൻ നോട്ടമിട്ടിരിക്കുകയാണ്. എന്നാൽ അവന് തൊടുവാൻ സാധിക്കത്തില്ല. യോബിൻ്റെ ഭവനത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നീ ഒരു ദൈവഭക്തനെങ്കിൽ നിന്നെ നോട്ടമിട്ട് തകർത്തു കളവാൻ സാത്താൻ നിൻ്റെ ഭവനത്തിന് ലക്ഷ്യമിട്ട് വരുമ്പോൾ നാം അറിയാതെ ദൈവം നമുക്ക് സുരക്ഷിതത്വം നൽകിയിരിക്കുകയാണ് എന്നറിയാതെ ഇരിക്കരുത്. നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടന് അവകാശമില്ല. എങ്കിലും യോബ് ആരെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് സാത്താനെ അനുവദിച്ചു. ഇതാ, അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. സാത്താൻ യോബിൻ്റെ മൃഗസമ്പത്തായിരുന്നു ആദ്യം ദൈവത്തോട് പരാതിപ്പെട്ടത്. അതിനാൽ സാത്താൻ അനുവാദം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് യോബിൻ്റെ മൃഗസമ്പത്ത് ചെയ്യുവാൻ പദ്ധതിയിട്ടു. ശെബയാർ, ഇന്നത്തെ യമൻ, വന്ന് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. പിന്നീട് കൽദേർ വന്നു ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ കൊല്ലുകയും ചെയ്തു. യോബിൻ്റെ സമ്പത്തിനെ ഇല്ലാതാക്കാൻ സാത്താൻ പദ്ധതിയിട്ടത് വിജയിച്ചുവെങ്കിലും യോബിനെ തളർത്താൻ സാത്താന് സാധിച്ചില്ല. യോബിൻ്റെ 10 മക്കളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക ലക്ഷ്യമായിരുന്നു അടുത്തത്. അവിടെയും സാത്താൻ വിജയിച്ചു. എങ്കിലും അവൻ്റെ ചെകിട്ടത്തേറ്റ അടിയായിരുന്നു യോബിൻ്റെ പ്രസ്താവന, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരാജയപ്പെട്ട സാത്താൻ നാണമില്ലാതെ വീണ്ടും ദൈവസന്നിധി ചെന്നു ദൈവത്തോട് യോബിൻ്റെ ആരോഗ്യത്തെ ചോദ്യം ചെയ്തു നിൽക്കുന്നതായി കാണാം. ആ വെല്ലുവിളി യഹോവ ഏറ്റെടുത്തു. പറഞ്ഞു, ഇതാ, അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരരുത് എന്ന് കൽപ്പിച്ചു. സാത്താൻ്റെ തന്ത്രം വിജയിച്ചു എന്ന് അവന് തോന്നി സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പുറപ്പെട്ടു.
യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ പരുക്കുകളാൽ ബാധിച്ചു. യോബിൻ്റെ ഭാര്യ വരെയും യഹോവയെ തേച്ചു കുറവാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, നാം ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞു. യോബിൻ്റെ കൂട്ടുകാർ ആശ്വാസനായി വന്നെങ്കിലും അവർ യോബിനെ വ്യസനിപ്പിക്കുന്നവരായി മാറി. ജീവിതത്തിലെ ഏകാന്തികളുടെ ഇടയിൽ പറഞ്ഞ കാര്യം സാത്താൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു. ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. സ്വന്തം കണ്ണ് അവനെ കാണും. അത് നിവൃത്തിയായത് യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളൊരു ഭക്തനെങ്കിൽ സാത്താൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ടാകും. യോബിനെ പോലെ വിശ്വാസത്തെയും ദൈവഭക്തിയെയും മുറുകെ പിടിക്കുക. കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ആകയാൽ യോബിനെ പോലെ വിശ്വാസത്തെ മുറുകെ പിടിച്ചും പ്രത്യാശയോടെ ജീവിതം നയിച്ചാൽ യോബിന് സകലവും ഇരട്ടിയായി ലഭിച്ചതുപോലെ ദൈവിക നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ദൈവമായ കർത്താവ് ഈ ചെറിയ എവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.